Hi all. So today we are going to discuss about operational amplifier. Yesterday also we discussed about this, but today we need to elaborate about that. 25.15 is the next session, operational amplifier or op-amp. This already we discussed, but I am going to discuss it again. The input stage of an op-amp is a differential stage followed by more stages of gain. Okay, and a class B push-pull emitter follower. Okay, the following are the important properties common to all operational amplifiers or op-amps. An operational amplifier is a multi-stage amplifier. The input stage of an op-amp is a differential amplifier stage. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൾട്ടി സ്റ്റേജ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ സ്റ്റേജസുകൾ ഉള്ളത് കൊണ്ടാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. The input stage of an op-amp is a differential amplifier stage. ഇതിന്റെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, an inverting input and an non-inverting input. It has an inverting input ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഇൻവെർട്ടിംഗ് ആയിട്ടുള്ള ഇൻപുട്ടും ഉണ്ട്. A high input impedance usually assumed infinite at both inputs. ഇതിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും എല്ലാ, അതായത് ബോത്ത് ഇൻപുട്ട് വി ഇൻ 1 ആണെങ്കിലും വി ഇൻ 2 അതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. എ ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ദാറ്റ് ഈസ് ലെസ് ദാൻ 200 ohms. ഇതിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഏകദേശം 200 ഓമിനേക്കാളും കുറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് ഈ ഒരു ഒപ്പാമ്പിന് ഉള്ളത്. എ ലാർജ് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ, ടിപ്പിക്കലി 10⁵ വരെയുള്ള ഒരു വോൾട്ടേജ് ഗെയിൻ ആണ്, ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ആണ് ഇതിന് ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഉള്ളത്. The voltage gain remains constant over a wide frequency range. ഒരു വൈഡ് ഫ്രീക്വൻസി റേഞ്ച് വരെ ഇതിനൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഗെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. This is already we discussed yesterday. Very large CMRR, that is greater than 90 dB. Common mode rejection ratio എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതെന്ന് പറയുന്നത് വെരി ലാർജ് ആയിരിക്കും ഒപ്പാമ്പിന് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ 90 dB ആണത്. ഓക്കെ, next we are going to discuss about 25.16 schematic symbol of operational amplifier. നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ഡയഗ്രം ഒക്കെ വരച്ച് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സ്കീമാറ്റിക് സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഡ്യുവൽ ഇൻപുട്ട് ആണ് ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഉള്ളത്. ഇൻവെർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും. ഓക്കെ, നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിന്റെ ഇവിടെ പോസിറ്റീവ് സിമ്പിളും ഇൻവെർട്ടിംഗ് ഇൻപുട്ടിന്റെ ഇവിടെ നെഗറ്റീവ് സിമ്പിളും ആണ് ഉണ്ടാവുക. ഇവിടെ പ്ലസ് വി ആണ് ഉണ്ടാവുക, ഇവിടെ എന്താണ് മൈനസ് വി ആണ്. പിന്നീട് ഒരു സിംഗിൾ ഔട്ട്പുട്ടും ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം സാധാരണ ഇങ്ങനെയാണ് 1 2 എന്നിട്ട് 1 പോസിറ്റീവ് ആയിരിക്കും, 2 എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ആയിരിക്കും, പിന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. The basic operation amplifier has 5 terminal. ഇതിന് എന്തൊക്കെയുണ്ട്? 5 ടെർമിനലുകൾ ഉണ്ട്. V1 2 3 4 5. ഓക്കെ, 2 terminals for supply voltages plus V and minus V. 2 terminals എന്ന് പറയുന്നത് പ്ലസ് വിക്കും മൈനസ് വിക്കും, അതായത് സപ്ലൈ വോൾട്ടേജസ് കൊടുക്കുന്നതാണ്, പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ, 2 ഇൻപുട്ട് ടെർമിനൽ, 2 ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്, അതായത് ഇൻവെർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും. ഓക്കെ, ആൻഡ് 1 ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ ഈ ഒരു സ്കീമാറ്റിക് സിമ്പിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. നോട്ട് ദാറ്റ് ദി ഇൻപുട്ട് ടെർമിനൽസ് ആർ മാർക്ക്ഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. These are not polarity signs. ഇവിടെ ഇൻപുട്ട് ടെർമിനൽസിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നുണ്ട്? പോസിറ്റീവും നെഗറ്റീവും എന്നൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് ഒരിക്കലും ഇതിന്റെ പൊളാരിറ്റി അല്ല, പൊളാരിറ്റി സൈൻ അല്ല കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, പ്ലസ് വി ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇതിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇവിടെ
പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു, ഇവിടെ നെഗറ്റീവ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോട്ട് ദാറ്റ് ദി ഇൻപുട്ട് ടെർമിനൽസ് ആർ മാർക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദീസ് ആർ നോട്ട് പോളാരിറ്റി സൈൻസ്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഇവിടെ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഇൻപുട്ട് സിഗ്നൽ ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. And while the positive sign indicates the non-inverting input. പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് അതിൽ മാറ്റമൊന്നുമില്ല, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ. A signal applied to plus terminal will appear in the same phase at the output as at the input. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആണ് കാണുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, ഫേസ് ആയിരിക്കും കേട്ടോ. എ സിഗ്നൽ അപ്ലൈഡ് ടു പ്ലസ് ടെർമിനൽ വിൽ അപ്പിയർ ഇൻ ദ സെയിം ഫേസ് അറ്റ് ദി ഔട്ട്പുട്ട് ആസ് ദി ഇൻപുട്ട്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സിഗ്നൽ അപ്ലൈഡ് ടു ദ മൈനസ് ടെർമിനൽ. മൈനസ് ടെർമിനലിലാണ് നമ്മൾ ഒരു സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോട് കൂടിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മൈനസിന്റെയും പ്ലസിന്റെയും സൈനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ആയിട്ട് ദി വോൾട്ടേജസ് V1, V2 ആൻഡ് V ഔട്ട് ആർ നോഡ് വോൾട്ടേജസ്. ഇവിടെ V1, V2, V ഔട്ട് എന്ന് പറയുന്നത് നോഡ് വോൾട്ടേജസ് ആണ്. ദിസ് മീൻസ് ദാറ്റ് ദേ ആർ ഓൾവേസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത്തരത്തിൽ നോഡ് വോൾട്ടേജസ് എന്ന് പറയാൻ കാരണം എന്താണ്? V1, V2, V ഔട്ട് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഗ്രൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ. The differential input V in is the difference of two node voltages V1 and V2. നമ്മൾ ഓൾറെഡി ഡിഫറൻഷ്യൽ സെഷൻ പഠിച്ച ആ ഒരു ആംപ്ലിഫയറിനെ പറ്റി പഠിച്ചപ്പം അത് രണ്ട് ഇൻപുട്ടുകളുടെ ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത് അല്ലെ. അപ്പോ ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വി ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷ്യൽ ഇൻപുട്ട് വി ഇൻ ഈസ് ദി ഡിഫറൻസ് ഓഫ് ടു നോഡ് വോൾട്ടേജസ്. അതായത് V1, V2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നോഡ് വോൾട്ടേജുകളുടെ ഡിഫറൻസ് ആണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വി ഇൻ എന്ന് പറയുന്നത് കേട്ടോ. We normally do not show the ground in the symbol. നമ്മൾ ഇവിടെ ഒരിക്കലും ഗ്രൗണ്ട് സിമ്പൽ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, V1, V2, V ഔട്ട് എന്നിവ നോഡ് വോൾട്ടേജസുകളാണ്. that means it is measured with respect to ground ആണ്. For the sake of simplicity, plus V and minus V terminals are often omitted from the symbol as shown in figure 25.39. ഈ 2ൽ പറഞ്ഞതോടെ പ്ലസ് വിയും മൈനസ് വിയും ഒക്കെ നമ്മൾ ഒമിറ്റ് ചെയ്യും സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ പ്ലസ് കൊടുക്കണം, ഇവിടെ മൈനസ് വോൾട്ടേജും കൊടുത്തിരിക്കണം. ഓക്കെ. ദി ടു ഇൻപുട്ട് ലീഡ്സ് ആർ ഓൾവേസ് ഷോൺ ഓൺ ദി സിംബൽ റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ ആർ ബോത്ത് യൂസ്ഡ്. നമ്മൾ എപ്പോഴും എന്താണ് രണ്ട് ഇൻപുട്ട് ലീഡ്സ് എപ്പോഴും, അതായത് ഇവിടെ 1, 2 എന്നിവ കൊടുത്തിരിക്കും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ. The two input leads are always shown on the symbol regardless of whether they are both used. Okay. In most cases, if only one input is required for an op-amp circuit, the input not in use will be shown connected to ground. നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 1 എന്ന് പറയുന്നതിലാണ് നമ്മളിപ്പോ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്, അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2 എന്ന് പറയുന്നതിൽ ആ ഒരു വോൾട്ടേജ് ടെർമിനൽ ഇൻപുട്ട് വോൾട്ടേജ് നോഡ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ. In most cases, if only one input is required for an op-amp circuit, the input not in use will be shown connected to ground. Okay, മനസ്സിലായല്ലോ. A single input op-amp is generally classified as either inverting or non-inverting. ഇതിനെ either inverting input ആയിട്ടോ inverting input ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ inverting op-amp എന്ന് പറയാം, സിംഗിൾ ഇൻപുട്ട് inverting op-amp എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് സിംഗിൾ ഇൻപുട്ട് op-amp എന്ന് പറയാം. ഓക്കെ. The op-amp is produced as an integrated circuit or IC. Because of the complexity of the internal circuitry of an op-amp, the op-amp symbol is used exclusively in circuit diagram.
നമ്മളുടെ സാധാരണയുള്ള ഡയഗ്രത്തിൽ ഒപ്പാമ്പിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ 25.17 സെഷൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ഒപ്പാമ്പ്. The output voltage from an op-amp for a given pair of input voltage depends mainly on the following factors. നമ്മൾക്ക് ഒപ്പാമ്പിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പെയർ ഓഫ് ഇൻപുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് നമ്മൾക്കറിയാം. ബട്ട് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. The voltage gain of op-amp. First one is the voltage gain of op-amp. Second one is the polarity relationship between V1 and V2. Third one is the values of supply voltages plus V and minus V. Supply voltage plus V ഉണ്ട് മൈനസ് V ഉണ്ട്. അതേപോലെ തന്നെ polarity relationship V1 V2 എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് 1 ആണ്, V2 എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് 2 ആണ്. V1 എന്ന് പറയുന്നത് either inverting or non inverting ആവും, V2 എന്ന് പറയുന്നത് either inverting or non inverting ആവാം. Okay, first one we will let us know what it is. Voltage gain of op-amp. The maximum possible voltage gain from a given op-amp is called open loop voltage gain and is denoted by the symbol AOL. എന്തുകൊണ്ടാണ് അത് AOL എന്ന് പറയുന്ന ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ് കേട്ടോ. The maximum possible voltage gain from a given op-amp is called open loop voltage gain and is denoted by a symbol AOL. Okay, the value of AOL for an op-amp is generally greater than 10,000. 10,000-നേക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഗെയിൻ ആണ് നമ്മൾക്ക് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിനിൽ മാക്സിമം വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഒപ്പാമ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ആയിരിക്കും. അതിന് നമ്മൾ AOL എന്നാണ്, ഓപ്പൺ ലൂപ്പ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് നെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 10,000 ആയിരിക്കും. The term open loop indicates a circuit condition where there is no feedback path from the output to the input of op-amp. Yesterday also we discussed this. The op-amps are almost always operated with negative feedback. That is, a part of the output signal is fed back in phase opposition to the input. Okay, op-amp എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഫീഡ്ബാക്കിന്റെ ക്ലാസ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. Such a condition is illustrated in 25.4 ലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. Here Ri is the input resistance and Rf is the feedback resistance. Ri എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, V2 ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, V2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ്, സോറി ഓക്കെ, V2ലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. V1 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പൊ V2 എന്ന് പറയുന്ന ഓൾവേസ് നമ്മൾക്ക് എങ്ങനെയാണ്, ഒരു ഗ്രൗണ്ടിന്റെ കൂടെയാണ് നമ്മൾ ഇതിനെ ഈ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പൊ R1 എന്ന് Ri എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് Rf എന്ന് പറഞ്ഞിട്ട് ഇവിടെ എക്സ്ട്രാ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററോട് കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് അല്ലെ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് വീണ്ടും ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കോൺസിക്വന്റ്ലി ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് op-amp ആംപ്ലിഫയർ ഈസ് റെഡ്യൂസ്ഡ്. അങ്ങനെ ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് op-amp ആംപ്ലിഫയറിൽ റെഡ്യൂസ് ആയി ചെയ്യും. When a feedback path is presented such as RF connection in figure 25.40, the resulting circuit gain is referred to as a closed loop voltage gain. ഇതിനെയാണ് നമ്മൾ closed loop voltage gain എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പാത്തും കൂടെ കൊടുത്തിരിക്കുന്നുണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക്, അതായത് ACL, ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. അപ്പൊ ഇത്തരത്തിലൊരു എന്താണ് ഫീഡ്ബാക്ക് പാത്ത് ഇല്ലാത്തതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. The following points may be noted. The maximum voltage gain of given op-amp is AOL. Its value is generally greater than 10,000. അതിന്റെ വാല്യൂം എന്താണ്, 10,000-നേക്കാളും കൂടുതലായിരിക്കും. The actual gain ACL
of an op-amp is reduced when negative feedback path exists between output and input. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ച്വൽ ഗെയിൻ എന്ന് പറയുന്നത് ACL ആണ് അല്ലെ. അപ്പൊ ആക്ച്വൽ ഗെയിൻ എന്ന് പറയുന്നത് ഇതിലുള്ള ആക്ച്വൽ ഗെയിൻ ക്ലോസ്ഡ് ലൂപ്പിന്റെ ആക്ച്വൽ ഗെയിൻ എന്ന് പറയുന്നത് op amplifier ഈസ് റെഡ്യൂസ് ആവും എപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്ത് ആണ് ഇതിന്റെ ഇടയിലുള്ളതെങ്കിൽ. അതായത് ഔട്ട്പുട്ടിന്റെ ഇൻപുട്ടിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്ത് ആണുള്ളതെങ്കിൽ അതിന്റെ ആക്ച്വൽ ഗെയിൻ ACL എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം V2 നിങ്ങൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്, ഒരു വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിലും ഔട്ട്പുട്ട് എടുക്കുന്നതും വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ഓക്കെ, അപ്പം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള എന്താണ് സിഗ്നൽ ആണ് കൊടുത്തിരിക്കുന്നത്, Vin കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു നോഡ് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നതാണ് അതിന്റെ ഗെയിൻ. op-amp ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പൊളാരിറ്റി റിലേഷൻഷിപ്പിനെ കൂടി അടുത്തതായിട്ട് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് എന്താണ് കണ്ടോ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം op-amp എന്ന് പറയുന്നത് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് op-ampനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഉള്ളതാണ് ദ പൊളാരിറ്റി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ V1 ആൻഡ് V2. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നോക്കാം. The polarity relationship between V1 and V2 will determine whether the op-amp output voltage polarity is positive or negative. ഈ ഒരു V1ന്റെയും V2ന്റെയും എന്താണ് റിലേഷൻഷിപ്പ്, പൊളാരിറ്റി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഔട്ട്പുട്ടിൽ op-ampന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ സിമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. വോൾട്ടേജ് പൊളാരിറ്റി ഈസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. There is an easy method for it. We know the differential input voltage Vin is the difference between the non-inverting input V1, okay, and the inverting input V2. Vin equal to V1 minus V2. Okay, Vin equal to V1 minus V2. When the result of this equation is positive, the op-amp output voltage will be positive. When the result of this equation is negative, the output voltage will be negative. Simple ആണ്. നമ്മളുടെ Vin എന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണ്. അവിടെ രണ്ട് എന്തുണ്ട്, ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള ഇൻപുട്ട് സിഗ്നൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ടോട്ടൽ ആയിട്ടുള്ളത് നമ്മൾ പറയുന്നത് കേട്ടോ. We know the differential input voltage Vin is the difference between the non-inverting input. അതായത് V1 എന്ന് പറയുന്നത് എന്താണ്, നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ആണ്. V2 എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ആണ്. അപ്പൊ Vin equal to V1 minus V2. When the result of this equation is positive ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന op-ampന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. When the result of this equation is negative ആണെങ്കിൽ, ഈ V1 minus V2 ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ the output voltage will be നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കൂ 25.41 ഇതാണ് നമ്മളുടെ സാധാരണ ഒരു op-ampന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം V1 എന്ന് പറയുന്നത് +4V ആണ് തന്നിരിക്കുന്നത്, V2 എന്ന് പറയുന്നത് 2 വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പം V1 മൈനസ് V2 ചെയ്യുമ്പോൾ 4 മൈനസ് 2 ഈക്വൽ ടു 2 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഇതെന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ബോത്ത് എന്താണ് ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത് V1ഉം V2ന്റെയും പൊളാരിറ്റി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ V1 equal to +4V and V2 equal to +2V. So that Vin equal to V1 minus V2 ആണ്, +4V minus +4V. അപ്പൊ 2V ആണ് ആൻസർ കിട്ടുക. Since Vin is positive, the op-amp output voltage will be positive. Okay, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. V1 equal to 0 വോൾട്ട്, V2 equal to +2V ആണ്. അപ്പൊ ഇത് ഇക്വേഷനിൽ കൊടുക്കുക. Vin equal to V1 minus V2 ആണ്. V1 എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് ഓഫ് എന്താണ് 2 വോൾട്ട് അല്ലെ. അപ്പൊ -2 വോൾട്ട് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സിൻസ് Vin is negative, the op-amp output voltage will be negative. വളരെ ഈസി ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് ഫിഗർ നോക്കൂ. V1 equal to -1V, V2 equal to -3V.
അപ്പം നേരിട്ട് ആ ഇക്വേഷനിലേക്ക് v in equal to v1 minus v2 ലേക്ക് കൊടുക്കുമ്പോൾ -1v minus -3v മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആവും അല്ലെ. -1v plus 3v എന്ന് പറയുമ്പോൾ 3യിൽ നിന്ന് -1 കുറയ്ക്കുകയാണെങ്കിൽ അപ്പൊ 2 വോൾട്ടേജ് ആണ് നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടുന്നത്. ക്ലിയർലി ദ op-amp ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി പോസിറ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് v1 equal to -3v, v2 equal to 0 വോൾട്ട്. അപ്പം v1 minus v2 equal to -3v minus 0v. അപ്പൊ ആൻസർ എന്താണ് കിട്ടുക? -3v തന്നെയാണ് കേട്ടോ. Therefore the op-amp output voltage will be negative. Okay. Next ആയിട്ട് third depending on supply voltages ആണ് കേട്ടോ. The supply voltages for an op-amp are normally equal in magnitude and opposite in sign. Example, plus or minus 15 volt, plus or minus 12 volt, plus or minus 18 volt. അങ്ങനെ എത്ര വേണമെങ്കിലും സപ്ലൈ വോൾട്ടേജ് കൊടുക്കാം. ഈ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് op-ampന്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നോർമലി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആയിരിക്കും. മനസ്സിലായല്ലോ? These supply voltage determines the limits of output voltage of op-amp. op-ampന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള സപ്ലൈ വോൾട്ടേജ് കാരണമാകുന്നത്. These limits, known as saturation voltages, are generally given by plus V saturation equal to plus V supply minus 2 voltage. Minus V saturation ആണെങ്കിലോ minus V supply plus 2 volt. Suppose an op-amp amplifier has V supply equal to plus or minus 15 volt and open loop voltage again AOL equal to 20,000. Let us define the differential voltage V in to avoid saturation. അപ്പൊ V sat എന്ന് പറയുന്നത് എന്താണ്? V supply minus 2 ആണ് അല്ലെ. അപ്പം V supply എന്ന് പറയുന്നത് എവിടെ എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 15 വോൾട്ട് ആണ്. അപ്പൊ 15 minus 2 equal to 13 വോൾട്ട് ആണ് V saturation കിട്ടുക. അപ്പൊ V in എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ മറന്നു പോയത്. V in equal to എന്താണ്? V saturation divided by A open loop, അതായത് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പൊ 13 വോൾട്ട് ഡിവൈഡഡ് ബൈ 20,000 എന്ന് ആൻസർ. 650 mu V ആണ് അതിന്റെ ആൻസർ വരുന്നത്. If the differential input voltage V in exceeds this value in an op-amp, it will be driven into a saturation and the device will become non-linear. ഇത്തരത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന V in എന്ന് പറയുന്നത് 650 mu V ആണ് അല്ലെ. ഇതിലും കൂടുതലാണ് op-ampന്റെ V in exceed ചെയ്യുന്നുണ്ടെങ്കിൽ it will be driven into saturation സ്റ്റേറ്റിലേക്ക് മാറും. Also the device will become non-linear ആയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിൽ കുറച്ച് നോട്ട്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. Although input terminals of an op-amp are labeled as positive and negative, this doesn't mean you have to apply positive voltage to the negative terminal and negative voltage to the positive terminal, etc. Any voltages can be applied to either terminal. The true meaning of the input terminal labels plus and minus are the positive voltage applied to the positive terminal drives the output voltage towards positive volt of DC, and a positive voltage applied to the negative terminal drives the output voltage towards negative volt. മനസ്സിലായല്ലോ? അതായത് ഇവിടെ നോക്കൂ, നമ്മളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ സിമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടം പോലെ നമ്മുടെ V1 equal to -1 വോൾട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിലും. ഇവിടെ എന്താണ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നുണ്ട്. ആ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ 25.15, 25.16, 25.17. So please revise all these. Okay, if there any difficulty you can contact me. I will help. Thank you.